കൂട്ടുകാരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ കാരണം ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പം ഞാനത് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തേക്കണത്. ഇതിനകത്ത് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം, കട്ടയില്ലാണ്ട്. ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഈ 1/2 ലിറ്ററിൻ്റെ പാൽ ഇതിനകത്തേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓണാക്കിയിട്ടുണ്ട്, പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കാം. പാലിന് നല്ലോണം തിളച്ച് വരണം. അപ്പോൾ നമുക്ക് തിളക്കണ വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ തിരി താത്തിയിട്ടിട്ട് പാലൊന്നുകൂടി നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് താത്തിയിട്ടുണ്ട് തിരിയാൻ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കട്ടകൾ വരാത്ത രീതിയിൽ നമുക്കിത് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് പാലൊക്കെ നല്ലോണം ചൂടാറിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൂട്ട്സ് ഇടാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് മാങ്ങയുണ്ട്, 1/2 കപ്പ് ആപ്പിള്, പോമിഗ്രാനേറ്റ് ഉണ്ട്, ഏത്തപ്പഴം ചെറുതായിട്ട് മുറിക്കിയത്, പിന്നെ മുന്തിരി. അത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിന് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഫ്രൂട്ട്സ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ ഫ്രൂട്ട് സാലഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് ഉണ്ടാക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന്. അത് ഞാൻ പറയാം. നമ്മുടെ ചാനൽ 4K ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ കണ്ട് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.